ബാംഗ്ലൂരിലെ പ്രഭാഷണ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ മകരജ്യോതി സമയം, മകരജ്യോതി ദിവസം ജനുവരി മാസം 14-ാം തീയതി വൈകുന്നേരം എങ്ങനെയാണ് കേരളം പ്രതികരിച്ചത് എന്ന് പല സുഹൃത്തുക്കളെയും വിളിച്ച് ചോദിച്ചു. വളരെ രസകരമായി തോന്നിയത് പല വ്യക്തികളുടെയും, അനവധി വ്യക്തികളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, വിദേശത്തുള്ളവര്, അവര് മുസ്ലിം രാജ്യങ്ങളിലാണെങ്കിൽ അവരുടെ വീടുകളിൽ അകത്തെല്ലാം വിളക്ക് കത്തിച്ചു. മാത്രമല്ല, ഇവർ വിളക്ക് കത്തിക്കുന്നതിൽ കാണാൻ മറ്റുള്ളവരെ ക്ഷണിച്ചു. അത്ഭുതകരമായിട്ട് മനസ്സിലായത് നേപ്പാളികളെയും ഭൂട്ടാനികളെയും എല്ലാവരെയും ക്ഷണിച്ചു. കേരളത്തിന് പുറത്തുള്ള മലയാളികളെയും മലയാളികളല്ലാത്തവരെയും അവർ ക്ഷണിച്ചു പലരും. അതൊക്കെ കണ്ടപ്പോൾ കണ്ട ഹിന്ദുക്കൾക്കും ആവേശം തോന്നി. അവരും അവരുടെ വീടുകളിൽ ഇതൊക്കെ കത്തിച്ചു. ധാരാളം നേപ്പാളികളും ഭൂട്ടാനികളും ഈ മകരജ്യോതി ദിവസം ശബരിമല അയ്യപ്പന്റെ സന്നിധിയിലെ ദീപാരാധന നടക്കുമ്പോൾ ആ അമ്പല പരിസരത്തെ മലിനമാക്കിക്കൊണ്ട് കുറെ ഭരണാധികാരികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു എങ്കിലും ബാക്കി ജനങ്ങളുടെ പരിശുദ്ധി കൊണ്ട് ഇവരുടെ മാലിന്യം ഇല്ലാതെയാക്കാൻ സാധിച്ചു. പക്ഷേ ഹിന്ദുക്കൾ, അത് കേരളത്തിന് പുറത്തുള്ള കേരളീയരല്ലാത്തവരും അവരുടെ വീടുകളിലൊക്കെ കാർത്തിക വിളക്ക് മാതിരി മകരവിളക്ക് വെച്ചു. അതിനൊക്കെ കാരണം കേരളത്തിലെ ഭരണാധികാരിയുടെ ധാർഷ്ട്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ചിലര് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളീയരെ തന്നെത്താനെ ലോക ജനതയുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റം. അടുത്ത വർഷവും ഈ മകരജ്യോതി എല്ലാവരും, തമിഴരും കന്നഡിഗരും ആന്ധ്രാക്കാരും ഒറീസക്കാരും റഷ്യയിലുള്ളവരും ന്യൂസിലാൻഡിലുള്ളവരും എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുക. എത്ര വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. ഇതിന് ആരോടാ നമ്മൾ നന്ദി പറയുക? കേരള മുഖ്യമന്ത്രിയോടും ദേവസ്വം മന്ത്രിയോടും മാത്രമായിരിക്കും നമ്മൾ നന്ദി പറയുക. സന്തോഷത്തോടു കൂടിയല്ല, അറപ്പും വെറുപ്പും മനസ്സിൽ വെക്കേണ്ടവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കാം ഇവരോട് നന്ദി പറയുക. എല്ലാവരും അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഏതായാലും ഒരു കാര്യമാണ്, വ്യത്യസ്ത ജനവിഭാഗം. ഇപ്പോൾ തൃശ്ശൂരൊക്കെ, എറണാകുളത്ത് നിന്നൊക്കെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞത് കടകളിൽ മുഴുവനും വിളക്ക് വെച്ചു. ആലപ്പുഴയിൽ ഗോപാലകൃഷ്ണൻജി വിളിച്ച് പറഞ്ഞത് ഈ കപ്പലണ്ടി വിൽക്കുന്ന, പച്ചക്കറി വിൽക്കുന്ന, ഉരുളക്കിഴങ്ങും ആപ്പിളും വിൽക്കുന്ന കടകളിൽ ഈ സൈക്കിൾ റിക്ഷ മാതിരിയുള്ള 4 സൈക്കിളിൻ്റെ ചക്രമുള്ള 4 ചക്രമുള്ള വണ്ടികളിലെല്ലാം വിളക്ക് വെച്ചിരുന്നു. ഇത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കുമെന്ന്? കപ്പലണ്ടി വിൽക്കുന്ന, ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്ന 4 ചക്ര വാഹനത്തിൽ, അല്ലെങ്കിൽ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വിൽക്കുന്ന, പലവ്യഞ്ജനമല്ല പച്ചക്കറിയും ആപ്പിളും മറ്റും വിൽക്കുന്ന ഈ ഉന്തുവണ്ടിയിൽ വിളക്ക് വയ്ക്കുന്ന ഒരു കാഴ്ച പുന്നപ്രയും വയലാറും കത്തി ജ്വലിക്കുന്ന ആലപ്പുഴയിൽ തന്നെ സംഭവിക്കാം. എന്ത് അതിശയമേ അല്ലേ സത്യത്തില്! അതല്ലോ, ഖത്തറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുവൈറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോലീസിന്റെ പെർമിഷൻ എടുത്തിട്ട് പുറത്ത് വിളക്ക് വെച്ചു പലരും. പോലീസ് മൗനാനുവാദം നൽകിയ സ്ഥലത്തൊക്കെ പുറത്ത് വെച്ചു. അമേരിക്കയിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പുറത്ത് വയ്ക്കാൻ പെർമിഷനുണ്ട്. പക്ഷെ എന്നാലും വളരെ റിസ്കോട് കൂടിയാണെങ്കിലും അവരത് വെച്ചു. ഏതായാലും മകരജ്യോതിയും കലക്കി വളരെ ഗംഭീരായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ കേട്ട ഒരു സന്തോഷ വാർത്തയാണ്, 2 ഫെമിനിസ്റ്റുകൾ കയറിയവരെ അമ്മായിയമ്മമാരും സഹോദരന്മാരും ഭർത്താക്കന്മാരും തല്ലിയെന്ന്. അത് മകരവിളക്കിനേക്കാൾ ഉജ്ജ്വലമായതായിട്ട് തോന്നി. വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന്. ഇനി 2-3 ഭരണാധികാരികളെ കൂടി ഇതേമാതിരി വീട്ടുകാർ തല്ലി പുറത്താക്കിയാൽ എന്തൊരു സന്തോഷം. അടുത്ത മകരവിളക്കിനുള്ളിൽ അത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രതീക്ഷിക്കാം. പ്രണാമം.